രാവിലെ തന്നെ പള്ളിപ്പോള തയ്യാറെടുപ്പായിരുന്നു. ഒരു 4 മണി 4:30 ആരാധന 4 മണിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം മാറ്റി ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കണം കേട്ടോ. അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് വരാം. പള്ളിപ്പോള ഇതിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ പള്ളിയെത്തി പിള്ളേർ ആരാധന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആരാധനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. പള്ളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓടിയിരിക്കുക. അത് കഴിഞ്ഞ് രാവിലത്തേനുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബീഫൊക്കെ മുറിക്കുമായിരുന്നു. അപ്പോൾ രാവിലെ വെള്ളയപ്പവും ബീഫ് കറിയുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എനിക്ക് കിട്ടിയ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റായി. അത് കഴിക്കുകയായിരുന്നു. ബീഫ് ഉണ്ടായിരുന്നു. ബീഫും നല്ല ബീഫ് കറിയും അതുപോലെ നല്ല വെള്ളയപ്പമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ വീട്ടിലുള്ള എല്ലാവരും വന്നിരുന്നു. ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അത് കഴിഞ്ഞ് ഉച്ചത്തേനുള്ള ബിരിയാണിക്കുള്ള സാലഡ് തയ്യാറാക്കുമായിരുന്നു. നമ്മുടെ കുക്കുംബറും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കുഞ്ഞ് സാലഡ് ഉണ്ടാക്കുമായിരുന്നു. അതിനുള്ള പണിയായിരുന്നു. പിന്നെ ബിരിയാണിക്കുള്ള പണി അവിടെ തുടങ്ങുന്നുണ്ട്. വീടിന് പുറകിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ വെറുതെ ഇരിക്കല്ലേ, അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ആയിരുന്നു. അപ്പോൾ കസിൻസ് എല്ലാവരും കൂടി ഇരുന്ന് പാട്ടൊക്കെ പാടുമായിരുന്നു കേട്ടോ. എല്ലാവരും സെറ്റായിരുന്നു. മക്കൾസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്നൊക്കെ പാട്ട് പാടി കളിക്കുമായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ പുൽക്കട്. നിങ്ങൾ ഫസ്റ്റ് ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാകുമായിരിക്കും. അങ്ങനെ ഒരു ഉച്ചയായപ്പോൾ നമ്മുടെ ബിരിയാണിയും സെറ്റായിട്ടുണ്ട്. അടിപൊളി ബിരിയാണിയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മടുപ്പ് മാറാൻ വേണ്ടി എല്ലാവരും പുറത്തിരുന്ന് സ്പീക്കറിലിട്ട് പാട്ടും വെച്ച് ഡാൻസ് കളിക്കുന്നു. ഫുള്ള് മൂഡായിരുന്നു. അന്ന് വൈകുന്നേരമായപ്പം ചായ വെക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് ചേർന്നു. ചായ വെക്കുമായിരുന്നു. കുറേ പേരുണ്ടല്ലോ, അപ്പോൾ ഒരു കലത്ത് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്യൂട്ടി എനിക്കായിരുന്നു കേട്ടോ. എല്ലാവർക്കും ചായ കൊണ്ട് കൊടുക്കണം. പിന്നെ ചായ കൊടുത്ത ടൈമിൽ തന്നെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ കേക്ക് മുറിച്ചു. എല്ലാവരും ഇരുന്ന് കേക്ക് മുറിച്ചു. പ്ലം കേക്ക് മുറിച്ചു. സെറ്റായിരുന്നു. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരുടെ ക്രിസ്മസിൻ്റെ അനുഭവങ്ങൾ ഇന്നത്തെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെയും പാട്ട് വെച്ചു ഡാൻസ് പാട്ട് കൂത്തൊക്കെ ആയിരുന്നു. എല്ലാവരും ക്രിസ്മസ് മൂഡായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി എപ്പോഴേലും അകത്ത് നിന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഡാൻസ് കളിയായിരുന്നു. അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. എല്ലാവരും ഡാൻസ് പാട്ട് കൂത്ത് സെറ്റായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.